PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നത്. കടുത്ത ശ്വാസ തടസ്സത്തെ തുടർന്ന് 4 ദിവസമായി അദ്ദേഹം വെന്റിലേറ്ററിൽ തുടരുന്നു. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വെന്റിലേറ്ററിൻ്റെ സഹായം ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. വിനീത വിജി ലേറ്റസ്റ്റ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിനീത, പറയൂ വിശദാംശങ്ങൾ. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അബ്ദുൽ നാസർ മദനിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ അനുസരിച്ചും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോൾ വെന്റിലേറ്ററിലാണ് ഉള്ളത്. കഴിഞ്ഞ 4 ദിവസമായി ആരോഗ്യനില വളരെ മോശമായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തിനെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം അത് വളരെ പ്രശ്നം ആവുന്ന തരത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. വിദഗ്ധ ഡോക്ടർമാർ അദ്ദേഹത്തെ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഹൃദയ സംബന്ധമായ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നാണ് മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടർമാർ പറയുന്നത്. ഈ ബുദ്ധിമുട്ടുകളെ തുടർന്ന്, ആരോഗ്യ പ്രശ്നങ്ങളെയും അസുഖങ്ങളെയും ഒക്കെ തുടർന്ന് കഴിഞ്ഞ മാസം 20-നാണ് മദനിയെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. ഈ വെന്റിലേറ്ററിന്റെ സഹായം ഒഴിവാക്കുന്ന സാഹചര്യം നിലവിലില്ല എന്നും ഈ അവസാനമായി നമുക്ക് ലഭ്യമായിരിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്നുണ്ട്.